യെസ്, കോട്ടയത്തെ പൂഞ്ചാർ പയ്യാനിത്തോട്ടിലാണ് ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ടത്. അതുകൂടാതെ മൂന്നിലുവിലും കൊക്കയാറിലും ഒക്കെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. പയ്യാനിത്തോട്ടിൽ നിന്നും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മിഥുൻ മുരളി ചേർന്നു. മിഥുൻ, പയ്യാനിത്തോട്ടിൽ ഭാഗത്തായിരുന്നല്ലോ, പൂഞ്ചാർ ഭാഗത്തായിരുന്നല്ലോ നേരത്തെ. മിഥുൻ, അവിടുത്തെ ദൃശ്യങ്ങളും വാർത്തകളുമാണല്ലോ നൽകിയത്. ആ മേഖലയിൽ ഒരു വീട്ടമ്മയെ കാണാതായത് അടക്കമുള്ള സംഭവവികാസങ്ങളുണ്ടല്ലോ. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് മിഥുൻ മുരളി? എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല പൊതിച്ചിറങ്ങി പ്രകൃതി ശരീരത്തിലേക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുന്നു. ഈ കോൺക്രീറ്റ് പാളിക്ക് മുകളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. മാറിയിരിക്കുന്നു. ഈ കോൺക്രീറ്റ് പാളിക്ക് മുകളിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. വലിയ മല പോലത്തെ പ്രദേശമാണ്, കുന്ന് പോലെ തോന്നുന്ന ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ്. അതിൻ്റെ മുകളിൽ നിന്നുമാണ് ഉരുൾപൊട്ടലുണ്ടായി വീട് പൂർണ്ണമായും ഒലിച്ചുപോയ സാഹചര്യം ഉണ്ടായത്. റജീനയുടെ മകൻ 18 വയസ്സുള്ള ജോസഫിന്റെ മൃതദേഹം അല്പസമയം മുൻപ്, 1 മണിക്കൂർ മുൻപ് കണ്ടെടുത്തിരുന്നു. ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ ഈ റജീനയെ കണ്ടെത്തുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് പാളിയുടെ വിവിധ പാളികൾ നീക്കം ചെയ്തുകൊണ്ട്, മുറിച്ചുകൊണ്ടുമൊക്കെ അതിനടിയിൽ തിരച്ചിൽ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ആ രീതിയിലുള്ള ഒരു തീർത്തും ദുഷ്കരം എന്ന് പറയാവുന്ന വിധത്തിലുള്ള തിരച്ചിലാണ് ഈ മണിക്കൂറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുന്നതുകൊണ്ട് വാഹന ഗതാഗത സൗകര്യമടക്കം ദുഷ്കരമാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് എന്നുള്ള സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാന്തി യന്ത്രങ്ങൾ ഈ പ്രദേശത്തിൻ്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. തീവ്രമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള ഒരു തിരച്ചിൽ എന്ന് തന്നെ പറയാം. ചതുപ്പിന് പരുവത്തിലേക്ക് മണ്ണ് മാറിയത് കൊണ്ട് തന്നെ ചതുപ്പിലേക്ക് ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ വാഹനത്തിൻ്റെ വീലടക്കം പൂണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിരിക്കുന്ന ആളുകളുടെ കാൽപാദങ്ങളടക്കം ഈ ചതുപ്പ് നിലത്തിലേക്ക് പൂണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മഴവെള്ളപ്പാച്ചിലും ഈ പ്രദേശത്തുണ്ട്. മഴവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. മുകൾ ഭാഗത്തു നിന്നും മഴവെള്ളം ശക്തിയായി ഈ പ്രദേശത്ത് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. മഴയുണ്ട്, ശക്തമായ മഴ ഈ ഒരു സമയത്തും ഇവിടെ ഉണ്ട്. ഇനി വരും മണിക്കൂറുകളിലും മഴ തുടർന്നാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. രാവിലെ പുലർച്ചെയാണ് ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടൽ, ഒലിച്ചിറങ്ങിയ മലവെള്ളപ്പാച്ചിൽ. അങ്ങനെയാണ് ഈ വീട് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം. വീടിന് മുകളിലേക്ക് കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണ് വീടിന് മുകളിലേക്ക് ചെളിയും മറ്റും അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് രണ്ട് പേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ജോസഫൈൻ 18 വയസ്സുള്ള ആള്, ഒപ്പം തന്നെ ജോസഫിൻ്റെ മാതാവ് റജീന, 2 പേരാണ് രാത്രിയിൽ വീട്ടിൽ ഉണ്ടായിരുന്നത്. ജോസഫിൻ്റെ മൃതദേഹം 1 മണിക്കൂർ മുമ്പ് കണ്ടെടുക്കുകയും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി റജീനയെ കണ്ടെത്തുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം, രക്ഷാദൗത്യമാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ മണിക്കൂറുകളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാം എത്രത്തോളം ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ചതുപ്പ് നിലം എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഈ രീതിയിൽ ചതുപ്പായ പ്രദേശത്ത് ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ അടക്കം ടയറുകൾ പൂണ്ടുപോകുന്ന, താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം രക്ഷാപ്രവർത്തനത്തിലെത്തുന്ന ആളുകളുടെ കാൽപാദങ്ങളടക്കം ഈ ചതുപ്പെന്ന് പറയാവുന്ന ഭൂപ്രകൃതിയായി മാറിയിരിക്കുന്ന ഈ പ്രദേശത്ത് പൂണ്ടുപോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ രക്ഷാപ്രവർത്തനം ദുർഘടമായ ഒരു മണിക്കൂറുകളിലൂടെയാണ് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ തീർത്തും മല എന്ന് പറയാവുന്ന വിധം, കുന്ന് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു പ്രദേശമാണ്. നിരവധി വീടുകൾ ഈ ഭാഗത്ത് ഉള്ളതാണ്. ശക്തമായ മഴയാണ് പെയ്തത് ഈ പ്രദേശത്ത്. പൂഞ്ഞാർ മേഖലകളിലെല്ലാം, പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, പാലാ മേഖലകളിലെല്ലാം അർദ്ധരാത്രിയിൽ നിർത്താതെ പെയ്ത മഴയാണ് ഉണ്ടായത്. ആ മഴയിലാണ് ഇന്നലെ രാത്രിയിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുകയും വീട് പൂർണ്ണമായി ഒലിച്ചു പോകുന്ന അത്രയും ശക്തമായ മഴവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഈ മേഖലയിൽ സംഭവിക്കുകയുമൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഈ ഭൂപ്രകൃതി ആകെ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നത്. പൂർണ്ണമായും തകർന്ന അടിഞ്ഞ നിലയിലേക്ക് ഈ ഭൂപ്രകൃതി മാറിയിരിക്കുന്നു. ചതുപ്പ് പ്രദേശം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി മാറിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളായി പുലർച്ചെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇവിടെ നിന്ന് പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം ഈ പ്രദേശത്തെ അപകട ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പരമാവധി വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഈ പുലർച്ചെ മുതൽ ആരംഭിച്ചത്. ഇപ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്ന റജീനയെ കണ്ടെത്തുന്നതിന് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് പരമാവധി ഇവിടുത്തെ ഇളക്കി മാറ്റിക്കൊണ്ട്, ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് പാളികളും ഘട്ടം ഘട്ടമായി ഇളക്കി മാറ്റിക്കൊണ്ടുള്ള